ഒടുവിൽ കേന്ദ്രം മുട്ടുമടക്കി. കേരള സർക്കാരിൻ്റെ പ്രയത്നം വിജയം കണ്ടു. ഇന്ന് കടമെടുപ്പ് പരിധിയിൽ ചർച്ചയ്ക്ക് തയ്യാറായിക്കൂടെ എന്ന് കോടതി ചോദിച്ചിരിക്കുകയാണ്. 2 മണിക്ക് മുൻപ് കേന്ദ്രവും കേരളവും തമ്മിൽ ചർച്ച നടത്തി, അതായത് അവരുടെ നിലപാട് എന്താണെന്ന് കോടതിയെ അറിയിക്കണം. കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു എന്നായിരുന്നു കേരള സർക്കാർ കേന്ദ്രത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ പരാതിയും ഉണ്ടായിരുന്നു. ആ പരാതിയിന്മേലാണ് ഒരു ചർച്ചയ്ക്ക് ശ്രമിച്ചൂടെ എന്ന് സുപ്രീം കോടതി ഇന്ന് ചോദിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കോടതി ഇന്ന് രാവിലെ ചേരുന്ന സമയത്ത് കേരളത്തിന് വേണ്ടി ഹാജരായിട്ടുണ്ടായിരുന്ന കപിൽ സിബലും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനുമാണ് ഇക്കാര്യം കോടതിയെ, അതായത് പ്രത്യേകം ഇക്കാര്യം കോടതിയെ മെൻഷൻ ചെയ്ത് അറിയിച്ചത്. എന്നാൽ കോടതി വിചിത്രമായ ഒരു നിലപാട് സ്വീകരിക്കുകയാണ്. കാരണം ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും തമ്മിലുള്ള പ്രശ്നമാണ്. അപ്പോൾ ഏകപക്ഷീയമായി കേരളത്തിന് വേണ്ടി മാത്രം ഒരു തീരുമാനമെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത്തരം ഒരു തീരുമാനത്തിലേക്ക് കോടതിക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല. ഈ സാഹചര്യത്തിലാണ് ഒരു ചർച്ചയ്ക്ക് തയ്യാറാകൂ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള തീരുമാനമാണെങ്കിൽ അത് മറ്റ് സംസ്ഥാനങ്ങളെ കൂടി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു നിലപാട് കോടതി എടുത്തത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് കേരളവും കേന്ദ്രവും തമ്മിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് ആവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇരുവരും അവരവരുടെ തീരുമാനങ്ങൾ 2 മണിക്ക് മുൻപ് കോടതിയെ അറിയിക്കാനാണ് നിലവിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശം എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ കേന്ദ്രമാണെങ്കിലും കേരളമാണെങ്കിലും ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ്, തങ്ങൾ ഇരുകൂട്ടരും തയ്യാറാണെന്ന് കേരളവും കേന്ദ്രവും സമ്മതിച്ചും കഴിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ തന്നെയായിരുന്നു. ഈ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കേരളം പലതവണ കേന്ദ്രത്തോട് തങ്ങൾക്ക് ലഭിക്കാനുള്ള വിഹിതത്തെക്കുറിച്ചുമെല്ലാം തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് കത്തുകൾ എഴുതിയതാണ്, നേരിട്ട് സംസാരിച്ചതാണ്, പല തരത്തിൽ കേരളത്തിന്റെ അവസ്ഥ അറിയിക്കാനായി ശ്രമിച്ചതാണ്. പക്ഷേ ആ സാഹചര്യത്തിലൊന്നും തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വ്യക്തമായ നിലപാടുണ്ടായിരുന്നില്ല. കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് പറഞ്ഞിരുന്നത് കേരളം വിവരങ്ങൾ നൽകാനായിട്ട്, അതായത് അപേക്ഷകൾ നൽകാനുള്ള സമയം വൈകിട്ടായിരുന്നു. അതുപോലെ തന്നെ അപേക്ഷയിൽ മേൽ ചില മിസ്റ്റേക്കുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് എതിരെ, അതായത് കേരളത്തിന് ആവശ്യപ്പെട്ട വിഹിതം നൽകാതെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം 2024 ആയപ്പോഴെങ്കിലും കേരളം വലിയ രീതിയിലുള്ളൊരു സഹകരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെയും കേന്ദ്ര സർക്കാർ വീണ്ടും കേരളത്തിൻ്റെ വിഹിതം എല്ലാം തന്നെ വെട്ടിച്ചുരുക്കുന്ന സാഹചര്യമായിരുന്നു. UGC ശമ്പള കുടിശ്ശിക പോലും വെട്ടിക്കുറച്ചുകൊണ്ടാണ് കേന്ദ്രം കേരളത്തിനൊരു പുതുവത്സര സമ്മാനം എന്നോണം, അല്ലെങ്കിൽ അത്തരമൊരു ആശംസ പോലും നേടുന്നത്. അതേ സാഹചര്യത്തിൽ അതിനുശേഷം പോലും 86,000 കോടി രൂപയുടെ ഒരു കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടമെടുപ്പ് പരിധിയിൽ പോലും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് വളരെ വലിയ രീതിയിലുള്ളൊരു നിബന്ധന പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു നിയന്ത്രണം വന്നതോടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടന്നു പോവുകയായിരുന്നു. അതായത് കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി പൊതുമേഖലാ സ്ഥാപനങ്ങളടക്കം അത്ര വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സാഹചര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും നിരന്തരമായിക്കൊണ്ട് കേന്ദ്രത്തിനോട് ഇത്തരമൊരു അഭ്യർത്ഥന തുടർന്നുകൊണ്ടിരുന്നത്. കാരണം ശമ്പളം പോലും നൽകാനാകാത്ത സാഹചര്യമാണ്. ക്ഷേമ പെൻഷനുകൾ പോലും കുടിശ്ശികയായി നീങ്ങുന്ന സാഹചര്യമാണ്. ശമ്പളം നൽകാനായിട്ട് കടമെടുക്കേണ്ട അവസ്ഥയാണ്. പെട്രോൾ അടിക്കാൻ പൈസയില്ല, ഉച്ചഭക്ഷണം നൽകാൻ പൈസയില്ല, സപ്ലൈകോയിൽ സാധനങ്ങളില്ല. ഇത്തരത്തിൽ നിരന്തരമായ വലിയ പ്രതിസന്ധിയിലൂടെ കേരളം കടന്നു പോകുന്ന സാഹചര്യമായിരുന്നു. എന്നാൽ അതിനെല്ലാം ശേഷം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും വ്യക്തമായ നിലപാട് വരാതായതോടെ കേന്ദ്രം തങ്ങൾ വിഹിതം വെട്ടിക്കുറയ്ക്കുന്നില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചതോടെ കേരളത്തിന് വേറെ നിവൃത്തിയില്ലാതായി. അതുകൊണ്ട് തന്നെ കേരളം സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ കേസ് നിൽക്കുകയാണ്. വലിയ നീക്കുപോക്കുകളിലേക്കൊന്നും കാര്യങ്ങൾ വീണ്ടും നീങ്ങുന്നില്ല. വീണ്ടും നിർമ്മല സീതാരാമൻ കേരളത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നിർമ്മല സീതാരാമൻ കേരളത്തിൽ വരുന്ന സാഹചര്യത്തിലും ഇതേ ചർച്ചയിലേക്ക് വീണ്ടും കടക്കുകയാണ്. എന്നാൽ ആ സമയത്ത് നിർമ്മല സീതാരാമൻ പറയുന്നത് കേരളത്തിന് അർഹതപ്പെട്ട ഒന്നും തന്നെ വെട്ടിക്കുറച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതിലും കേരളത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അപേക്ഷയിന്മേലോ അല്ലെങ്കിൽ കേരളം സമർപ്പിക്കാനുള്ള തീയതി വൈകിയതോ കൊണ്ട് മാത്രമാണ് അത്തരമൊരു നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങിയത് എന്നെല്ലാമായിരുന്നു. അതുകൊണ്ട് തന്നെ നിരന്തരമായിട്ടുള്ള ഈ പ്രതിഷേധങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കത്തിടപാടുകൾ കൊണ്ട്, ചോദ്യങ്ങൾ ചോദിച്ചതുകൊണ്ട് പരാതിപ്പെട്ടതിന്മേലൊന്നും തന്നെ കാര്യമില്ല എന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് കേരളം ഒരുമിച്ചൊരു പ്രതിഷേധത്തിന് തയ്യാറാകുന്നത്. അങ്ങനെ കേരളം ഭരണപക്ഷം മാത്രമല്ല പ്രതിപക്ഷം കൂടി ഡൽഹിയിൽ പോയിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു. എന്നാൽ ആ സാഹചര്യത്തിൽ നിന്ന് UDF പിന്മാറി നിൽക്കുന്ന സാഹചര്യമായിരുന്നു. UDF അപ്പോഴും ഈ പ്രതിസന്ധിക്കെല്ലാം കാരണം കേരളം തന്നെയാണ് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അവർ അത് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആ പ്രതിഷേധ പരിപാടിയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ അതേസമയം തന്നെ 8-ാം തീയതിയാണ് ഇത്തരമൊരു പ്രതിഷേധം കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും
തീരുമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതേസമയം തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു പ്രതിഷേധം, അതായത് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കാനുള്ള വിഹിതം കിട്ടുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ട് അത്തരമൊരു പ്രതിഷേധത്തിന് അവരും പ്ലാൻ ചെയ്യുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ ആ പ്രതിഷേധം ഒരു ദിവസം മുൻപേ, അതായത് കേരളം പ്രതിഷേധിക്കാൻ ഒരുങ്ങുന്നതിന് ഒരു ദിവസം മുൻപേ തന്നെ കർണാടക സർക്കാരിൻ്റെ ഒരു പ്രതിഷേധം വരുന്നു. പക്ഷേ ആ പ്രതിഷേധം എന്ന് പറയുന്ന പ്രതിഷേധം ഉണ്ടായിരുന്നു, പക്ഷേ വലിയ രീതിയിലുള്ള ഒരു മാധ്യമ ശ്രദ്ധയൊന്നും നേടാനായിട്ട് ആ പ്രതിഷേധത്തിന് സാധിച്ചില്ല. പക്ഷേ അതേസമയം പിറ്റേ ദിവസമാണ് കേരളത്തിൻ്റെ, അതായത് 8-ാം തീയതിയാണ് കേരള സർക്കാർ നയിക്കുന്ന CPM നയിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ജന്തർ മന്ദറിൽ ഉണ്ടാകുന്നത്. ആ സാഹചര്യത്തിൽ തമിഴ്നാടാണെങ്കിലും കർണാടകയാണെങ്കിലും അതുപോലെ തന്നെ പല വ്യത്യസ്ത സംസ്ഥാനങ്ങളും വ്യത്യസ്ത പാർട്ടികളെല്ലാം തന്നെ ആ പ്രതിഷേധത്തിൽ പങ്കുചേർന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്നു. അതിനുശേഷം ആം ആദ്മി പാർട്ടിയുടെ നേതാവായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ ഉണ്ടായിരുന്നു. DMK-യിൽ നിന്നും സ്റ്റാലിന് എത്തിച്ചേരാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഒരു മന്ത്രിയെ പോലും അയച്ചുകൊണ്ട് അത്തരമൊരു പ്രതിഷേധത്തിന് ഉള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അതേസമയം തന്നെ കർണാടകയിൽ നിന്നാണെങ്കിലും പലതരത്തിലുള്ള സമാജ്വാദി പാർട്ടിയിൽ നിന്ന് കപിൽ സിബൽ തുടങ്ങി പല പാർട്ടിയിൽ നിന്നുള്ള ആളുകളെല്ലാം തന്നെ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ആ പ്രതിഷേധത്തിൽ ഒന്നുചേരുകയും വലിയ രീതിയിലുള്ള മാധ്യമ ശ്രദ്ധ നേടാനായിട്ട് സാധിക്കുകയെല്ലാം തന്നെ ചെയ്തു. അതായത് കേരളത്തിൻ്റെ പ്രതിഷേധം വലിയ രീതിയിൽ വിലപ്പോയി, അല്ലെങ്കിൽ അതിനെല്ലാം തന്നെ ഒരു അർത്ഥമുണ്ടായി എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് സുപ്രീം കോടതിയിന്മേൽ നിലവിൽ കെടുക്കുന്ന പരാതി വീണ്ടും ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അത്തരമൊരു ആവശ്യം അന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ കോടതി ചേർന്ന സമയത്ത് കേരളത്തിന് വേണ്ടി ഹാജരായിട്ടുള്ള അഡ്വക്കേറ്റ് കപിൽ സിബലാണെങ്കിലും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനാണെങ്കിലും അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണനാണെങ്കിലും ഇരുവരും ഉന്നയിച്ച സാഹചര്യത്തിലാണ് കോടതി ഇക്കാര്യത്തിന്മേലൊരു ചർച്ചയ്ക്ക് തയ്യാറാകൂ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തിച്ചേരുന്നത്. ജസ്റ്റിസ് സൂര്യകാന്തും അതുപോലെ തന്നെ ജസ്റ്റിസ് വിശ്വനാഥനുമാണ് ഇത്തരമൊരു തീരുമാനമെടുക്കണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ കേന്ദ്രം സംസ്ഥാനങ്ങളുടെ ഫെഡറൽ സംവിധാനത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു പ്രതിഷേധത്തിൽ ഉയർന്നു വന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഒരുപക്ഷെ കോടതി ഇന്ന് എല്ലാ സംസ്ഥാനങ്ങളോടും അല്ലെങ്കിൽ ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായും കേന്ദ്രത്തിനെതിരെ പ്രതിഷേധിക്കാനെത്തിയ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങൾക്കെല്ലാം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു അവഗണന തന്നെയാണ് നേരിടുന്നത്, അല്ലെങ്കിൽ വലിയ രീതിയിൽ വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു എന്നുള്ളതല്ല അതേ വാദങ്ങൾ തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. അപ്പോൾ അതേ സാഹചര്യത്തിൽ കോടതി കേരളത്തിന് വേണ്ടി മാത്രം ഒരു നിലപാടെടുക്കുന്നത് ശരിയാകില്ല എന്നുള്ളൊരു ബോധ്യത്തിന്മേലാണ് കോടതി ഇന്ന് എന്ത് തന്നെയാണെങ്കിലും ഒരു ചർച്ചയ്ക്ക് തയ്യാറാകൂ എന്ന് പറയുന്നത്. ചർച്ചയിൽ എന്ത് തന്നെയാണെങ്കിലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല. പക്ഷേ അതേസമയം തന്നെ കേന്ദ്രം ഇനി ഏത് തലത്തിലേക്കാണ്, അതായത് അപേക്ഷകളെല്ലാം കൃത്യമാണെങ്കിൽ പിന്നെ ഏത് തലത്തിലേക്കായിരിക്കും ഈ ചർച്ച മുന്നോട്ട് പോവുക എന്നുള്ളൊരു ആശങ്കയുണ്ട്. അതേസമയം തന്നെ പലപ്പോഴായി നിർമ്മലാ സീതാരാമൻ, കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ പലപ്പോഴുമായി പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ അപേക്ഷകളെല്ലാം തന്നെ വൈകി ലഭിക്കുന്നു എന്നുള്ളത്. പക്ഷേ അതേസമയം തന്നെ പല വിഭാഗങ്ങൾ, അതായത് ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള വെട്ടിക്കുറയ്ക്കലുകൾ, അതായത് സാമ്പത്തിക പിരിമുറുക്കം അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ ഓരോ വിഭാഗത്തിൽ നിന്നും ഇപ്പോൾ UGC ശമ്പള കുടിശ്ശികയായി ബന്ധപ്പെട്ടാണെങ്കിൽ UGC ശമ്പള കുടിശ്ശികയിൽ കേന്ദ്രത്തിൻ്റെ ഒരു നിലപാട് വരുന്ന സാഹചര്യത്തിൽ അതിൻ്റെ അപേക്ഷ വൈകി എന്നുള്ളൊരു കാര്യമാണ് കേന്ദ്രം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത്, അതായത് ധനകാര്യമന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതേ സാഹചര്യത്തിൽ അപേക്ഷകളെല്ലാം തന്നെ കൃത്യമായാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും അത് കേന്ദ്രത്തെ അറിയിക്കുന്നതായിരിക്കും. കേന്ദ്രം എന്നിട്ടും ഒത്തുപോകുന്നില്ലെങ്കിൽ അതിനെതിരെ സുപ്രീം കോടതിയിൽ പരാതി നൽകും. ഇതായിരുന്നു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ മേഖലകളിലും അത്തരം വലിയ രീതിയിലുള്ള പരാതികളെല്ലാം തന്നെ കേന്ദ്രത്തിന് പോയ സാഹചര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് ചർച്ചയിൽ വീണ്ടും കേന്ദ്രമോ അല്ലെങ്കിൽ കേന്ദ്ര ധനകാര്യ വകുപ്പ് ഉന്നയിക്കാനുള്ള വാദം എന്ന് പറയുന്നത് അപേക്ഷകൾ വൈകി കിട്ടി അല്ലെങ്കിൽ അപേക്ഷയിൽ തെറ്റുണ്ടായിരുന്നു എന്നുള്ള വാദങ്ങൾ തന്നെയായിരിക്കും. പക്ഷേ ആ സാഹചര്യത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം വാദിക്കാൻ പോകുന്നത് കേരളം എല്ലാ അപേക്ഷകളും കൊടുത്തത് കറക്റ്റ് സമയത്ത് തന്നെയാണ്. അതിൽ മേലൊന്നും വിട്ടുവീഴ്ച ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അത്തരം ഭാഗത്തൊന്നും തന്നെ തങ്ങളുടെ ഭാഗത്തൊന്നും തെറ്റുണ്ടായിട്ടില്ല എന്ന് തന്നെയായിരിക്കും ഒരുപക്ഷെ കേരളം ആവർത്തിക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ കേരളം അതിന് മറുപടി നൽകാനായിട്ട് പോകുന്നത്. അപ്പോൾ പിന്നെ എന്തായിരിക്കും ഇനി അടുത്ത നടപടിയിലേക്ക് നീങ്ങുക? വീണ്ടും ചർച്ചയ്ക്ക് ശേഷം വ്യക്തമായൊരു നിലപാടെടുക്കാൻ സാധിക്കാതെ, അതായത് കേന്ദ്രം വഴങ്ങാതിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ലെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. അതേസമയം തന്നെ കേന്ദ്രം വഴങ്ങുകയില്ല എങ്കിൽ വീണ്ടും കേരളം സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യമുണ്ടോ എന്നുള്ള വലിയ തരത്തിലുള്ള ആശങ്കകളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് എന്ത് തന്നെയാണെങ്കിൽ 2 മണിയോടുകൂടി ഇരു കൂട്ടരും ഔദ്യോഗികമായി കോടതിയെ അറിയിക്കുന്നതായിരിക്കും തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള കാര്യം. അതിനുശേഷം ആ ചർച്ച എന്തായി തീരുമെന്ന് യോഗത്തിന് ശേഷം അല്ലെങ്കിൽ ആ ചർച്ചയ്ക്ക് ശേഷം മാത്രമാണ് പറയാൻ സാധിക്കുക. എന്തുതന്നെയാണ് ചർച്ചയിൽ ധനമന്ത്രിയും അതുപോലെ തന്നെ ധനകാര്യ സെക്രട്ടറിയും, അതായത് സംസ്ഥാനത്തിൻ്റെ ധനമന്ത്രിയും ധനകാര്യ സെക്രട്ടറിയും അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ധനമന്ത്രിയും അതുപോലെ തന്നെ ധനകാര്യ സെക്രട്ടറിയുമാണ് ചർച്ചയിൽ
പങ്കെടുക്കുക. എന്ത് തന്നെയാണെങ്കിലും ആ ചർച്ചയ്ക്ക് ശേഷം മാത്രമാണ് ഇനി എന്താണ് കേരളത്തിൻ്റെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണാനായിട്ട് സാധിക്കുമോ, അതോ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് ഇനിയും നീങ്ങേണ്ടി വരുമോ, അതോ സുപ്രീം കോടതിയെ തന്നെ വീണ്ടും ആശ്രയിക്കേണ്ടി വരുമോ എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം തന്നെ മറുപടി ലഭിക്കുക.